പൊതുസ്ഥലത്ത് കോഴിമാലിന്യം തള്ളിയതിനെ തുടർന്ന് എടവണ്ണ പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനം മോഷ്ടിച്ച് വീണ്ടും ജനവാസ കേന്ദ്രത്തിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യം തള്ളിയ സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിൽ. എടവണ്ണ മുണ്ടേങ്ങര സ്വദേശി വെള്ളാരംപാറ മുഹമ്മദ് യാസർ അറഫാത്ത്, അരീക്കോട് സ്വദേശി അമീറുൽ ഹാരിസ് എന്നിവരെയാണ് എടവണ്ണ പോലീസ് സബ് ഇൻസ്പെക്ടർ റിഷാദ് അലി നെച്ചിക്കാടിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഈ കേസിൽ പ്രതികളുടെ എണ്ണം 4 ആയി. മോഷണം പൊതുജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ആരോഗ്യത്തിന് ഹാനികരമായി ബാധിക്കുന്ന തരത്തിലും ജലസ്രോതസ്സുകൾ മലിനമാകാൻ ഇടയുള്ള വിധത്തിലും കോഴിമാലിന്യ തള്ളൽ തുടങ്ങിയവയ്ക്ക് ഭാരതീയ ന്യായ സംഹിത പ്രകാരവും കേരള പോലീസ് ആക്ട്, കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരവുമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഒളിവിലായിരുന്ന മുഹമ്മദ് യാസർ അറഫാത്തിനെ ഒളിസങ്കേതത്തിൽ നിന്നും സാഹസികമായാണ് എസ്ഐയും സംഘവും പിടികൂടിയത്. യാസറിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമീറുൽ ഫരീസിനെ അരീക്കോട് നിന്നും പിടികൂടിയത്. ഇരുവരും മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതികളാണ്. കേസിൽ നേരത്തെ അറസ്റ്റിലായ എടവണ്ണ പത്തപ്പിരിയം പോത്തുവെട്ടി സ്വദേശി പടിഞ്ഞാറയിൽ ലുക്മാനുൽ ഹക്കീം, കോഴിക്കോട് ബാലുശ്ശേരി ഏകരൂൽ ഉണ്ണിക്കുളം തിരുവോട്ടുപൊയിൽ അനസ് എന്നിവർ റിമാൻഡിൽ കഴിഞ്ഞുവരികയാണ്. കഴിഞ്ഞ ചെറിയ പെരുന്നാൾ ദിവസം കോഴി അവശിഷ്ടങ്ങൾ അടങ്ങിയ മാലിന്യം തള്ളിയതിന് 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ലോറി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. വാഹനത്തിൽ നിന്നും ദുർഗന്ധം ഉണ്ടായതിനാലും വാഹനത്തിന്റെ തകരാർ മൂലവും എടവണ്ണ ജമാലങ്ങാടിയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് നിർത്തിയിട്ടിരുന്നത്. ഏപ്രിൽ 15 പുലർച്ചെ ഇവിടെ നിന്നും കസ്റ്റഡിയിലുള്ള ലോറി മോഷ്ടിച്ച് ഇതേ ലോറിയിൽ കോഴിമാലിന്യം കയറ്റി തുവക്കാട് തലപ്പാറ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലും പൊതുസ്ഥലത്തും നിക്ഷേപിക്കുകയായിരുന്നു. തുടർന്നും കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. എടവണ്ണ പോലീസ് സബ് ഇൻസ്പെക്ടർ റിഷാദ് അലി നെച്ചിക്കാടിന്റെ നേതൃത്വത്തിൽ JSI മനോജ്, ASIമാരായ സുനിത, ലളിത, സിവിൽ പോലീസ് ഓഫീസർമാരായ അബൂബക്കർ, ഷബീർ അലി, ഷറഫുദ്ദീൻ മമ്പാട് തുടങ്ങിയവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.